ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തും നമ്മൾ വിവേചിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം. ജ്ഞാനം 9:17 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരുന്നില്ലെങ്കിൽ ആർക്ക് അങ്ങയുടെ ഹിതമറിയുവാൻ കഴിയും? സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ, കൈമാറുന്നില്ലെങ്കിൽ, എന്നെ അത് അറിയിക്കുന്നില്ലെങ്കിൽ, ജ്ഞാനം എനിക്ക് നൽകുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിറയുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ അങ്ങയുടെ ഹിതമറിയുവാൻ കഴിയും? ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവഹിതം അറിയുക വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഹിതമറിയുക. വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 22, 23 തിരുവചനം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, പരിശുദ്ധാത്മാവിൽ ഞാൻ നിർബന്ധിതനായി ഞാനിപ്പോൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. അതിന്റെ 23-ാം തിരുവചനത്തിൽ പറയാണ്, എല്ലാ നഗരങ്ങളിലും എനിക്ക് പരിശുദ്ധാത്മാവിനാൽ അനുഭവമായതുപോലെ തന്നെ ഈ ജെറുസലേം യാത്രയിലും എനിക്ക് പീഡകളും കഷ്ടങ്ങളുമാണെന്ന് എനിക്ക് അറിയാം. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എല്ലാം അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമ്മളും എല്ലാം ദൈവത്തിൽ നിന്ന് അറിയാൻ കഴിയണം. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞാൽ നമ്മളൊരു ജയാളിയായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നമ്മളിപ്പോൾ എന്തായിരിക്കണമോ, എവിടെയായിരിക്കണമോ, എങ്ങനെയായിരിക്കണമോ, ഏത് മിനിസ്റ്റർ ചെയ്യണമോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മുടെ വിശുദ്ധ ജീവിതത്തിലെ ഒരു വലിയ വിജയമാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ദൈവഹിതമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നിത്യതയിൽ ഒരു സമ്മാനമുണ്ട്. നമ്മൾ ചിലതൊക്കെ ചെയ്തു, എന്നാൽ ചിലത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് നിത്യതയിൽ ഒരു സമ്മാനം ലഭിക്കുകയില്ല. നിത്യതയിൽ സമ്മാനമുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ ഹിതം നമ്മൾ അറിയണം. ആ ഹിതം നമ്മൾ ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിലെല്ലാം നമ്മൾ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ഹിതമറിഞ്ഞ് അത് നിവർത്തിക്കുന്നവരായിരിക്കണം, അത് അനവർത്തിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവഹിതം അറിയുക, ദൈവത്തിന്റെ ആലോചനകൾ അറിയുക. അതാണ് ജെറമ്യ 29, 11, 12 തിരുവചനങ്ങളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനും ക്ഷേമത്തിനുമായ പദ്ധതിയല്ല എന്ന് പറയുന്ന ആ വചനം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് എൻ്റെ മനസ്സിലാണുള്ളത്. ദൈവ മനസ്സിൽ നിന്ന് അത് അറിയുക. ഈ ദൈവ മനസ്സിൽ നിന്ന് അറിയുന്നതിന് പറയുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു പദമാണ് ഹിതമറിയുക, ദൈവഹിതമറിയുക. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവഹിതമറിഞ്ഞാൽ നമ്മൾ ഒരു ജയാളിയായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടാകുന്നത് ദൈവഹിതം അറിയാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നത് കൊണ്ടാണ്. ഞാനത് ചെയ്യേണ്ടതുണ്ടോ, ഞാനത് പറയേണ്ടതുണ്ടോ, ഞാനാണോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഈ ശുശ്രൂഷകൾ എന്നല്ല, ദൈവഹിതം അറിയുക. അനേക ശുശ്രൂഷകരുടെ ജീവിതത്തിൽ അവരുടെ നൊമ്പരങ്ങൾ, പരാജയങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ബ്രദറെ, വീണുപോയി. ഹിതമറിയാതെ എന്തൊക്കെയോ സ്വർഗീയമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ അവർ ചെയ്തു. ദൈവഹിതമായിരുന്നില്ല. അവരുടേതായ ഹിതം അവർ നടപ്പിലാക്കി. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു പേരിട്ടു, അത് ദൈവഹിതമായിരുന്നു. ദൈവഹിതമാണെങ്കിൽ ഒരിക്കലും ഒരുവനും വീണുപോകില്ല.
ഇത് പ്രിയമുള്ളവരെ, ദൈവഹിതത്തിൽ നമ്മൾ ചിലത് ചെയ്താൽ അത് നിലനിൽക്കുന്നതായിരിക്കും. അതിന് പ്രതിഫലമുണ്ട്. ഒരിക്കലും സാത്താന്യ ലോകത്തിന് നമ്മളെ തൊടാൻ കഴിയില്ല. ദൈവഹിതം അറിഞ്ഞ് നമ്മൾ ജീവിക്കുക. ഹല്ലേലൂയ. ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു. എല്ലാവരും ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുക. ആമേൻ. ഗോഡ് ബ്ലസ് യു.